നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഫലം ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ കാർഡ് ഇറക്കി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നു. BJP വോട്ടുകളും കോൺഗ്രസിലേക്ക് പോയി. CPM അനുഭാവി വോട്ടുകളിൽ ഒരു ഭാഗം അൻവറിന് ലഭിച്ചിരിക്കാമെന്നും എന്നാൽ ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടില്ല എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വാഹനമിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് സ്വദേശി മിഗ്ദാദ് മുഹമ്മദ് ആണ് അറസ്റ്റിലായത്. നടക്കവ സ്റ്റേഷനിലെ പോലീസുകാരനെയാണ് ഇയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കാർ കണ്ട് പോലീസ് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആക്രമണം നടന്നത്. പോലീസ് പരിശോധിക്കാനെത്തുന്നത് കണ്ട് മിഗ്ദാദ് വാഹനം മുന്നോട്ടെടുക്കുകയും കൈ കാണിച്ച പോലീസുകാരന്റെ കയ്യിൽ ഇടിച്ച ശേഷം കടന്നു കളയാൻ ശ്രമിക്കുകയുമായിരുന്നു. ടിപ്പർ ലോറിക്ക് മുകളിൽ ഭീമൻ ആൽമരം കടപുഴകി വീണു. കോഴിക്കോട് കൊല്ലാക്കൽ ദേശീയപാതയിലാണ് ടിപ്പർ ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണ അപകടമുണ്ടായത്. താമരശ്ശേരി പുല്ലാനിമേട് വളവിൽ ഇന്ന് വൈകിട്ടോടെയായിരുന്നു അപകടം. ശക്തമായ കാറ്റിലും മഴയിലും റോഡരികിലുണ്ടായിരുന്ന ഭീമൻ ആൽമരം നിലം പൊത്തുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് റോഡരികിലെ വൈദ്യുതി പോസ്റ്റും കമ്പികളും തകർന്നു വീണു. നാളെ KSU വിദ്യാഭ്യാസ ബന്ദ്. തിരുവനന്തപുരം ജില്ലയിലാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ RSS യുവമോർച്ച ഗുണ്ടകൾ ആക്രമിച്ചു എന്ന് ആരോപിച്ചാണ് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വെച്ച് ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. കൊക്കെയിൻ കേസ്. നടൻ കൃഷ്ണ കസ്റ്റഡിയിൽ. തമിഴ്നാട് സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിയ കൊക്കെയിൻ കേസിൽ നടൻ കൃഷ്ണ പോലീസ് കസ്റ്റഡിയിൽ. കേസിൽ നേരത്തെ നടൻ ശ്രീകാന്തിനെയും AIDMK നേതാവും സിനിമാ നിർമ്മാതാവുമായ പ്രസാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നുങ്കാമ്പക്കം പോലീസാണ് കൃഷ്ണയെ കസ്റ്റഡിയിലെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടനെ കസ്റ്റഡിയിലെടുത്തതെന്നും ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല എന്നും ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും പോലീസ് പറഞ്ഞു.